ഹോളിക്ക് മുമ്പ് ഒരു സന്തോഷ വാർത്ത. സർക്കാർ ജീവനക്കാർക്ക് കേന്ദ്ര സർക്കാരിന്റെ സമ്മാനം വരികയാണ്. അടുത്തയാഴ്ച വരാനിരിക്കുന്ന ഹോളിക്ക് മുമ്പ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് റിലീഫ് എന്നിവ സർക്കാർ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രഖ്യാപനം വന്നാൽ 1.2 കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കുന്നുണ്ട്. കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും ജനുവരി, ജൂലൈ മാസങ്ങളിൽ സർക്കാർ 2 തവണ ക്ഷേമബത്ത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹോളിക്ക് മുമ്പ് ക്ഷേമബത്തയിൽ വർധനവുണ്ടായാൽ ജനുവരി മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. മാർച്ചിലെ ഹോളിയോടനുബന്ധിച്ച് ക്ഷേമബത്ത വർദ്ധിപ്പിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. ഉത്സവത്തിന് മുമ്പ് ജീവനക്കാർക്ക് ആശ്വാസം ലഭിക്കുന്നതിനായിരുന്നു ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മറുവശത്ത് ജൂലൈയിൽ വർധനവ് സാധാരണയായി എല്ലാ വർഷവും ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലെ ദീപാവലിയോട് അടുത്താണ് പ്രഖ്യാപിക്കാറുള്ളത്. 2025 മാർച്ച് 5 ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡിയർനെസ് അലവൻസ് വർധനവ് മന്ത്രിസഭ ചർച്ച ചെയ്തില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. 2024 ജൂലൈയിലാണ് ഏറ്റവും പുതിയ DA വർധനവ് ഉണ്ടായിരിക്കുന്നത്. അന്നത് 50% നിന്നും 53% വർദ്ധിക്കുകയും ചെയ്തു. 2024 മാർച്ച് 7 മന്ത്രിസഭ DA മുൻനിരക്കായ 46 നിന്നും അടിസ്ഥാന ശമ്പളത്തിന്റെ 50% വർദ്ധിപ്പിച്ചു. ഹോളിക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 2024 മാർച്ച് 25 ഈ പ്രഖ്യാപനം നടത്തിയത്.